നമ്മൾ ഇന്ന് കെമിസ്ട്രിയിലെ മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ് എന്ന ടോപ്പിക്കാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. അതായത് ലോഹങ്ങളും അലോഹങ്ങളും. നമുക്ക് എല്ലാവർക്കും അറിയാമല്ലേ പീരിയോഡിക് ടേബിളിൽ എന്തുണ്ട്? എലമെന്റ്സ് ഉണ്ട്, മൂലകങ്ങളുണ്ട്. ഈ എലമെന്റ്സിനെ, മൂലകങ്ങളെ അവരുടെ ഭൗതിക ഗുണത്തിൻ്റെയും രാസഗുണത്തിൻ്റെയും ഫിസിക്കൽ പ്രോപ്പർട്ടിയുടെയും കെമിക്കൽ പ്രോപ്പർട്ടിയുടെയും അടിസ്ഥാനത്തിൽ മൂന്നായിട്ട് തരംതിരിക്കാം. മെറ്റൽസ്, നോൺ മെറ്റൽസ്, മെറ്റലോയിഡ്. ലോഹങ്ങൾ, അലോഹങ്ങൾ, ഉപലോഹങ്ങൾ. അപ്പൊ നമ്മൾ എന്താ പറഞ്ഞത്? എന്താണ്? എലമെന്റുകളെ അവരുടെ ഭൗതിക ഗുണത്തിൻ്റെയും രാസഗുണത്തിൻ്റെയും അടിസ്ഥാനത്തിൽ മൂന്നായിട്ട് തരംതിരിക്കാം. മെറ്റൽസ്, നോൺ മെറ്റൽസ്, മെറ്റലോയിഡ്സ്. എന്തൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്? മെറ്റൽസ് എന്ന് പറഞ്ഞാൽ ലോഹങ്ങൾ. നോൺ മെറ്റൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അലോഹങ്ങൾ. മെറ്റലോയിഡുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഉപലോഹങ്ങൾ. അങ്ങനെ എലമെന്റുകളെ, മൂലകങ്ങളെ മൂന്നായിട്ട് നമ്മൾ തരംതിരിച്ചൊക്കെ വെച്ചു. ഇനി എന്താണ് മെറ്റലുകൾ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ലോഹങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ് ലോഹങ്ങൾ? അപ്പൊ എന്താണ്? എലമെന്റ്സ് ഹാവിങ് tendency to lose electron and form cation in a chemical reaction. ഒരു രാസപ്രവർത്തനത്തിൽ ഇലക്ട്രോണുകളെ വിട്ടുകൊടുത്ത് അതിന് ഒരു കാറ്റയോൺ, ഒരു പോസിറ്റീവ് അയോണായി മാറാൻ പറ്റുകയാണെങ്കിൽ അങ്ങനത്തെ തരത്തിലുള്ള എലമെന്റുകളെ മെറ്റലുകൾ എന്ന് വിളിക്കാം. അങ്ങനത്തെ തരത്തിലുള്ള എലമെന്റുകളെ, മൂലകങ്ങളെ എന്ത് വിളിക്കാം? മെറ്റലുകൾ എന്ന് വിളിക്കാം. ഒരു ആറ്റത്തിൽ നമുക്കറിയാല്ലേ, ആറ്റത്തിന്റെ സ്ട്രക്ചർ ഒക്കെ നമുക്കറിയാം. പ്രോട്ടോൺ ഉണ്ട്, ന്യൂട്രോൺ ഉണ്ട്. പ്രോട്ടോണും ന്യൂട്രോണും എവിടെയാണുള്ളത്? ന്യൂക്ലിയസിനകത്താണുള്ളത്. ഈ ന്യൂക്ലിയസിന് ചുറ്റും വലം വെച്ചുകൊണ്ട് ആരുണ്ട്? ഇലക്ട്രോണുകളുണ്ട്. ഈ ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കും. ഒരു കെമിക്കൽ റിയാക്ഷനിൽ ഇലക്ട്രോണുകളെ വിട്ടുകൊടുത്ത് പോസിറ്റീവ് അയോണായി മാറുകയാണെങ്കിൽ ആ ഒരു ഇലമെന്റിനെ, അല്ലെങ്കിൽ ആ ഒരു മൂലകത്തിനെ എന്തെന്ന് വിളിക്കാം? അതൊരു മെറ്റൽ, അതൊരു ലോഹമാണെന്ന് പറയാം. അപ്പൊ ലോഹത്തിനെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് ഈ ലോഹത്തിന്റെ, മെറ്റൽസിന്റെ കുറച്ച് പ്രോപ്പർട്ടി, അവരുടെ കുറച്ച് പ്രത്യേകതകൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ പ്രത്യേകതകൾ പറയുവാണെങ്കിൽ ആദ്യത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ ഡക്റ്റിലിറ്റി ആണ്. ഈ ഡക്റ്റിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? തിൻ വയേഴ്സ് ആക്കി മാറ്റുന്ന അതിൻ്റെ പ്രത്യേകതയാണ് അവിടെ കൊടുത്തിട്ടുണ്ടല്ലേ. ദ പ്രോപ്പർട്ടി ഓഫ് മെറ്റൽസ് to be drawn into thin wires is ductility. നേർത്ത നാരുകളാക്കി മാറ്റാനുള്ള ലോഹത്തിൻ്റെ, അല്ലെങ്കിൽ ആ ഒരു എലമെന്റിന്റെ ഒരു പ്രത്യേക കഴിവാണ് ഡക്റ്റിലിറ്റി എന്ന് പറയുന്നത്. നമ്മൾ ഗോൾഡ് കൊണ്ടുള്ള ആഭരണങ്ങൾ നമ്മൾ ഉപയോഗിക്കാറുണ്ടല്ലേ, മാലകളായും മറ്റും ഉപയോഗിക്കാറുണ്ട്. ആ ഗോൾഡ് എന്ന് പറയുന്ന മെറ്റലിനെ നേർത്ത നാരുകളാക്കിയിട്ടാണ് നമ്മൾ ആഭരണങ്ങൾ പണിയാറ് അല്ലേ. അപ്പൊ ഡക്റ്റിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോപ്പർട്ടി ഓഫ് എ metals to be drawn in a thin wire. നേർത്ത നാരുകളാക്കി മാറ്റാൻ കഴിയും. അതാണ് എന്ത്? ഡക്റ്റിലിറ്റി. അടുത്തതായിട്ട് പ്രോപ്പർട്ടി ഓഫ് മെറ്റൽസ് ടു ബി ഹാമേർഡ് ഇൻ ടു തിൻ ഷീറ്റ് ഈസ് എ മാലിബിലിറ്റി. എന്താണ് മാലിബിലിറ്റി എന്ന് പറഞ്ഞാൽ? എലമെന്റുകളെ അല്ലെങ്കിൽ മെറ്റലിനെ എന്താക്കാൻ പറ്റും? അടിച്ചു പരത്തി തിൻ ഷീറ്റുകളാക്കി മാറ്റാൻ പറ്റും. ആ ഒരു പ്രോപ്പർട്ടിയെയാണ് മാലിയബിലിറ്റി എന്ന് വിളിക്കുന്നത്. എന്താണ് മാലിയബിലിറ്റി? നമ്മൾ അലുമിനിയം ഷീറ്റുകളൊക്കെ കണ്ടിട്ടുണ്ടല്ലേ. അലുമിനിയം ഷീറ്റ് എന്താണ്? അലുമിനിയം ഷീറ്റ് എന്താണ്? പരന്ന് അടിച്ചു പരത്തി നൈസായിട്ടാണല്ലേ അലുമിനിയം ഷീറ്റ് ഉള്ളത്. അപ്പൊ അലുമിനിയം ഷീറ്റ് കാണിക്കുന്ന ഒരു പ്രോപ്പർട്ടിയുടെ പേരെന്താണ്? മാലിയബിലിറ്റി. അടുത്തതായിട്ടുള്ള ഒരു പ്രോപ്പർട്ടി, ഒരു പ്രത്യേകതയാണ് സൊണോറിറ്റി. എന്താണ് സൊണോറിറ്റി? അമ്പലത്തിലൊക്കെ മണി കണ്ടിട്ടുണ്ടല്ലേ. ആ മണി, ആ ബെല്ല് റിങ് ചെയ്യുമ്പോൾ അതിൽ നിന്നെന്താണ്? സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യും. ഒരു മെറ്റലിൽ നിന്നും ആ മെറ്റലിന് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവുണ്ടെങ്കിൽ അവരെ പറയുന്ന പേരെന്താണ്? ആ ഒരു പ്രത്യേകത എന്താണ്? സൊണോറിറ്റി ആണ്. അപ്പം ഡക്റ്റിലിറ്റി പറഞ്ഞു, മാലിയബിലിറ്റി പറഞ്ഞു, സൊണോറിറ്റി പറഞ്ഞു. അടുത്തത് ദ പ്രോപ്പർട്ടി ഓഫ് മെറ്റീരിയൽ വിച്ച് കോസസ് ബ്രേക്കിംഗ് വിത്തൗട്ട് മച്ച് പെർമനന്റ് ഡിസ്റ്റോർഷൻ ഈസ് കോൾഡ് ബ്രിട്ടിൽനെസ് എന്താണെന്നാണ് പറയുന്നത്. എന്താണ്? ഒരു ബ്രേക്ക് ഡൗൺ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, ഒരു കോമ്പൗണ്ടിനെ ബ്രേക്ക് ഡൗൺ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ ഒരു പ്രോപ്പർട്ടിയെ എന്ത് വിളിക്കും? ബ്രിട്ടിൽനെസ് എന്ന് വിളിക്കും. കോമ്പൗണ്ടിനെ നമുക്ക് പെട്ടെന്ന് എളുപ്പത്തിൽ ബ്രേക്ക് ഡൗൺ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ ഒരു പ്രോപ്പർട്ടിയെ എന്ത് വിളിക്കും? ബ്രിട്ടിൽനെസ് എന്ന് വിളിക്കും. അടുത്തത് ദ പ്രോപ്പർട്ടി ബൈ വിച്ച്
ഷൈനിങ് ഓഫ് ന്യൂ സർഫസ് ഫോംഡ് വെൻ ദ മെറ്റൽസ് ആർ കട്ട്. അതായത് ഒരു മെറ്റലിനെ മുറിക്കുമ്പോൾ അതിൻ്റെ പുതിയ സർഫസിൽ, ന്യൂ സർഫസിൽ എന്ത് കാണിക്കും? തിളക്കം കാണിക്കും. ആ തിളക്കത്തിന് ആ കാരണമായ ആ പ്രോപ്പർട്ടിയെ ലസ്റ്റർ എന്നാണ് വിളിക്കുന്നത്. അപ്പം എന്താണ്? ലസ്റ്റർ എന്ന പ്രോപ്പർട്ടിയാണ് അത് കാണിക്കുന്നത്. അപ്പം നമ്മൾ എന്താണ് പറഞ്ഞത്? ഡക്റ്റിലിറ്റി എന്ന പ്രോപ്പർട്ടി പറഞ്ഞു. എന്താണ് ഡക്റ്റിലിറ്റി? തിൻ വയറുകളാക്കി മാറ്റാൻ പറ്റും. അടുത്ത പ്രോപ്പർട്ടി എന്താണ്? മാലിയബിലിറ്റി. മാലിയബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? മെറ്റലിനെ അടിച്ചു പരത്തി തിൻ ഷീറ്റുകളാക്കി മാറ്റാൻ പറ്റും. അടുത്തത് എന്താണ്? സൊണോറിറ്റി. സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന മെറ്റലുകൾ അല്ലെ, അതിൻ്റെ ആ ഒരു പ്രോപ്പർട്ടി എന്ത് വിളിക്കും? സൊണോറിറ്റി എന്ന് വിളിക്കും. അടുത്തത് എന്താ? ബ്രിട്ടിൽനെസ്. ബ്രിട്ടിൽനെസ് എന്ന് പറഞ്ഞാൽ എന്താ? ബ്രേക്ക് ഡൗൺ ചെയ്യാൻ പറ്റും. അടുത്തത് ലസ്റ്റർ. ലസ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? കട്ട് ചെയ്യുമ്പം ആ ഒരു പുതിയ സർഫസിൽ എന്ത് കാണിക്കും? തിളക്കമുള്ള ആ ഒരു പ്രോപ്പർട്ടി കാണിക്കും. ആ ഒരു തിളക്കം അവിടെ പുതിയ സർഫസിൽ ഉണ്ടാവും. ആ പ്രോപ്പർട്ടിയാണെന്ത്? ലസ്റ്റർ. അപ്പോൾ പ്രോപ്പർട്ടികൾ നമ്മൾ പറഞ്ഞു അല്ലേ. അടുത്തതായിട്ട് നമുക്ക് എക്സെപ്ഷൻസ് ഇൻ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് നോക്കാം. എക്സെപ്ഷൻസ് ഇൻ ഫിസിക്കൽ പ്രോപ്പർട്ടീസ്, അതായത് ഭൗതിക ഗുണങ്ങളിലുള്ള എക്സെപ്ഷണൽ കേസുകൾ നോക്കാം, അതിൻ്റെ സ്പെഷ്യൽ കേസുകൾ നോക്കാം. മെറ്റലുകളുടെ ഭൗതിക ഗുണങ്ങളിലുള്ള സ്പെഷ്യൽ കേസുകൾ നോക്കാം. ആദ്യം തന്നെ നോക്കാം എന്താണ്? ആൽക്കലി മെറ്റൽസ് ക്യാൻ ബി കട്ട് യൂസിങ് നൈഫ്. അതായത് ആദ്യത്തെ ഗ്രൂപ്പിൽ അല്ലേ, ആൽക്കലി മെറ്റൽ എന്ന് പറഞ്ഞാൽ ഏതാണ്? നമ്മുടെ പീരിയോഡിക് ടേബിളിലുള്ള ആദ്യത്തെ ഗ്രൂപ്പിലുള്ള ആളുകളെയാണ് ആൽക്കലി മെറ്റലുകൾ എന്ന് വിളിക്കുന്നത്. പീരിയോഡിക് ടേബിളിലുള്ള ആദ്യത്തെ ഗ്രൂപ്പിലെ ഹൈഡ്രജൻ തുടങ്ങി അങ്ങോട്ട് താഴേക്കുള്ള ആളുകളെ അല്ലെ, ആദ്യത്തെ ഗ്രൂപ്പിലുള്ള ആളുകളെയാണ് എന്ത് വിളിക്കുന്നത്? ആൽക്കലി മെറ്റലുകൾ അല്ലെങ്കിൽ ആൽക്കലി ലോഹങ്ങൾ എന്ന് വിളിക്കുന്നത്. ആൽക്കലി ലോഹങ്ങളെ എന്ത് ചെയ്യാൻ പറ്റും? കത്തി കൊണ്ട് മുറിക്കാൻ പറ്റും. ഏതൊക്കെ ലോഹങ്ങളെ? സോഡിയം, പൊട്ടാസ്യം, ലിഥിയം തുടങ്ങിയ ലോഹങ്ങളെ കത്തി കൊണ്ട് കട്ട് ചെയ്യാൻ പറ്റും എന്നാണ് ആദ്യത്തെ എക്സെപ്ഷണൽ കേസ്. രണ്ടാമത് നോക്കാം നമുക്ക്. മെർക്കുറി എന്ന് പറയുന്നത് ഒരു ലിക്വിഡ് മെറ്റലാണ്. മെർക്കുറി എന്ന് പറയുന്നത് ദ്രാവകാവസ്ഥയിലുള്ള ഒരു ലോഹമാണ്. മെർക്കുറി എന്ന് പറയുന്നത് എന്താണ്? ഒരു ലിക്വിഡ് മെറ്റലാണ്, ദ്രാവകാവസ്ഥയിലുള്ള ഒരു ലോഹമാണ്. അടുത്ത പോയിന്റ് നമുക്ക് നോക്കാം. ലെഡ് ആൻഡ് മെർക്കുറി ആർ പുവർ കണ്ടക്ടേഴ്സ് ഓഫ് ഹീറ്റ്. ചൂടിൻ്റെ പുവർ കണ്ടക്ടേഴ്സ് ആണ് ലെഡും മെർക്കുറിയും എന്ന് പറയുന്നത്. ചൂടിൻ്റെയും അതുപോലെ എന്താണ്? ചൂട് കടത്തി വിടില്ല അല്ലെ. മെറ്റലുകൾ എന്താണ്? പൊതുവേ ചൂട് കടത്തി വിടേണ്ട ആൾക്കാരാണ്. എന്നാൽ ലെഡും അതുപോലെ മെർക്കുറിയും എന്താണ്? പുവർ കണ്ടക്ടേഴ്സ് ഓഫ് ഹീറ്റ് ആണ്. ഹീറ്റിനെ അധികം കടത്തി വിടാത്ത ആളുകളാണ്. അടുത്തതായിട്ടുള്ള പോയിന്റ് എന്താണ്? മെർക്കുറി എക്സ്പാൻഡ് സിഗ്നിഫിക്കൻ്റ്ലി ഫോർ ദ സ്ലൈറ്റസ്റ്റ് ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ. ടെമ്പറേച്ചറിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടെങ്കിൽ മെർക്കുറി എന്താവും? എക്സ്പാൻഡ് ചെയ്യും. മെർക്കുറിയുടെ മറ്റൊരു പ്രോപ്പർട്ടി നമ്മൾ കണ്ടു. മെർക്കുറി എന്താണ്? ഒരു ദ്രാവകത്തിലുള്ള ഒരു ലോഹമാണ്. മെർക്കുറി എന്ന് പറയുന്നത് ഒരു ലിക്വിഡ് ആയിട്ടുള്ള മെറ്റലാണ്. അടുത്തത് മെർക്കുറി എന്താണ്? ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടെമ്പറേച്ചർ, ചെറിയ ടെമ്പറേച്ചറിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ മെർക്കുറി എന്താവും? എക്സ്പാൻഡ് ചെയ്യും. ലെഡ് ആൻഡ് മെർക്കുറി ആർ പുവർ കണ്ടക്ടേഴ്സ് ഓഫ് ഹീറ്റ്. അതും നമ്മൾ കണ്ടു. എന്താണ്? മെർക്കുറി എന്താണ്? ഹീറ്റ്, ചൂട് കടത്തി വിടാത്ത ആളുകളാണ്. ഇനി അടുത്തത് ഗാലിയം ആൻഡ് സീഷ്യം ഹാവ് വെരി ലോ മെൽറ്റിംഗ് പോയിന്റ്. ലോഹങ്ങളായിട്ടുള്ള ഗാലിയത്തിനും സീഷ്യത്തിനും എന്താണ്? വെരി ലോ മെൽറ്റിംഗ് പോയിന്റ് ആണുള്ളത്. വളരെ കുറഞ്ഞ ദ്രവണാങ്കമാണുള്ളത്. എന്താണ് ദ്രവണാങ്കം അല്ലെങ്കിൽ മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത്? ഇപ്പോൾ ഒരു ഒബ്ജക്റ്റ്, ഏതെങ്കിലും ഒരു വസ്തു, അതിന് നമ്മൾ ചൂട് കൊടുത്തുകൊണ്ടേയിരുന്നു. ആ ചൂട് കൊണ്ടിരിക്കുമ്പോൾ അത് ഉരുകുന്ന ഒരു അവസ്ഥ വരും അല്ലേ, ഉരുകുന്ന ഒരു പോയിന്റ് വരും. ആ ഉരുകുന്ന പോയിന്റിലുള്ള ടെമ്പറേച്ചറിൻ്റെ അളവിനെയാണ്, ചൂടിൻ്റെ അളവിനെയാണ് മെൽറ്റിംഗ് പോയിന്റ് അല്ലെങ്കിൽ ദ്രവണാങ്കം എന്ന് പറയുന്നത്. അപ്പോൾ ദ്രവണാങ്കം ആർക്കൊക്കെയാണ് കുറവുള്ളത്? ഗാലിയത്തിനും സീഷ്യത്തിനും ദ്രവണാങ്കം കുറവാണ്. അടുത്തതായിട്ട് നോക്കാം. അയോഡിൻ ഈസ് എ നോൺ മെറ്റൽ ബട്ട് ഇറ്റ് ഹാസ് ലസ്റ്റർ. അയോഡിൻ ഒരു നോൺ മെറ്റൽ ആണ്, പക്ഷേ എന്താണ് അതെന്ത് പ്രോപ്പർട്ടി കാണിക്കുന്നുണ്ട്? അതൊരു ലസ്ട്രസ് പ്രോപ്പർട്ടി കാണിക്കുന്നുണ്ട്. ലസ്ട്രസ് എന്ന പ്രോപ്പർട്ടി നമ്മൾ പറഞ്ഞു അല്ലേ. എന്താ ലസ്ട്രസ്? മെറ്റലുകൾ കട്ട് ചെയ്യുമ്പോൾ ആ കട്ട് ചെയ്ത സർഫസിൽ തിളക്കം കാണുന്നുണ്ട്. ആ ഒരു കാണുന്ന പ്രോപ്പർട്ടിയെയാണ് ലസ്റ്റർ എന്ന് വിളിക്കുന്നത്. അപ്പം ലസ്ട്രസ് ആണ് ആര്? അയോഡിൻ എന്ന് പറയുന്ന എലമെന്റ് എന്ന് പറയുന്നത്. എലമെന്റ് എന്താണ്? നോൺ മെറ്റൽ ആണ്. അടുത്തതായിട്ട് നമുക്ക് നോക്കാം.
കുറച്ച് കാര്യങ്ങൾ കൂടി ഉണ്ട് അല്ലേ. ഗ്രാഫൈറ്റ് എന്ന് പറയുന്നത് കാർബണിൻ്റെ ഒരു രൂപാന്തരത്വമാണ്. കാർബൺ എന്ന് പറയുന്ന എലമെന്റിന്റെ ഒരു രൂപാന്തരത്വമാണ് ഗ്രാഫൈറ്റ് എന്ന് പറയുന്നത്. ഗ്രാഫൈറ്റ് കണ്ടക്ട് ഇലക്ട്രിസിറ്റി കടത്തിവിടുന്ന ആളുകളാണ് ഗ്രാഫൈറ്റ് എന്ന് പറയുന്നത്. ഇലക്ട്രിസിറ്റി കടത്തിവിടുന്നു, കറണ്ട് കടത്തിവിടുന്ന ആളാണ് ഗ്രാഫൈറ്റ് എന്ന് പറയുന്നത്. അടുത്തതായിട്ട് ഡയമണ്ട് കണ്ടക്ട് ഹീറ്റ് ആൻഡ് ഹാസ് എ വെരി ഹൈ മെൽറ്റിംഗ് പോയിന്റ്. ഡയമണ്ട് എന്താണ്? ഹീറ്റ് കടത്തിവിടുന്ന ആളാണ്, ചൂട് കടത്തിവിടുന്ന ആളാണ്. അതിന് എന്തുണ്ട്? ഹൈ മെൽറ്റിംഗ് പോയിന്റ്, ഹൈ ആയിട്ടുള്ള മെൽറ്റിംഗ് പോയിന്റ് ഉണ്ട്. ദ്രവണാങ്കം വളരെ കൂടുതലാണ് ആർക്ക്? ഡയമണ്ടിന്. അടുത്തതായിട്ട് നമുക്ക് കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് മെറ്റൽസ് ആണ്. രാസഗുണങ്ങൾ, ലോഹങ്ങളുടെ രാസഗുണങ്ങൾ, കെമിക്കൽ പ്രോപ്പർട്ടീസ് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് തന്നെ ആൽക്കലി മെറ്റൽസ് എന്താണെന്ന് നമുക്ക് ഒന്നും കൂടെ ഓർക്കാം അല്ലെ. ആൽക്കലി മെറ്റൽസ് എന്താണ്? പീരിയോഡിക് ടേബിളിലുള്ള 1-ാം ഗ്രൂപ്പിലുള്ള ആളുകളെ, 1-ാം ഗ്രൂപ്പിൽ ഹൈഡ്രജൻ തുടങ്ങി താഴേക്കുള്ള ആളുകളെയാണ് എന്ത് വിളിക്കുന്നത്? ആൽക്കലി ലോഹങ്ങൾ അല്ലെങ്കിൽ ആൽക്കലി മെറ്റൽസ് എന്ന് വിളിക്കുന്നത്. എന്താണ് ഇവിടെ പറഞ്ഞത്? ആൽക്കലി മെറ്റൽസ് ആയിട്ടുള്ള ആരൊക്കെ? ലിഥിയം, സോഡിയം, പൊട്ടാസ്യം തുടങ്ങിയ ആളുകളൊക്കെ എന്താണ്? റിയാക്ട്സ് വിഗറസ്ലി, പെട്ടെന്ന് തന്നെ റിയാക്ട് ചെയ്യുന്നു. ആരുമായിട്ട്? വിത്ത് വാട്ടർ ആൻഡ് ഓക്സിജൻ ഇൻ എയർ. അതായത് എന്താണ്? ഓക്സിജനുമായിട്ടോ എയറുമായിട്ടോ അല്ലെങ്കിൽ വെള്ളത്തിനോട് വരെ പെട്ടെന്ന് റിയാക്ട് ചെയ്യുന്ന ആളുകളാണ് ആൽക്കലി മെറ്റൽസ് എന്ന് പറയുന്നത്. ആൽക്കലി മെറ്റൽസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ അവിടെ പറഞ്ഞത് ആരൊക്കെയാണ്? ലിഥിയം, സോഡിയം, പൊട്ടാസ്യം അല്ലേ. ഈ തുടങ്ങിയ ആളുകളൊക്കെ വെള്ളത്തിനോടും എയറിനോടും പെട്ടെന്ന് തന്നെ റിയാക്ട് ചെയ്യുന്ന ആളുകളാണ്. അടുത്ത പോയിന്റ് നമുക്ക് നോക്കാം. മഗ്നീഷ്യം റിയാക്ട്സ് വിത്ത് ഹോട്ട് വാട്ടർ. Mg അല്ലേ. Mg എന്ന് പറയുന്നത് മഗ്നീഷ്യം ആണ്. ചൂടുവെള്ളത്തിനോട് വരെ പെട്ടെന്ന് റിയാക്ട് ചെയ്യുന്ന ആളാണ് മഗ്നീഷ്യം എന്ന് പറയുന്നത്. അടുത്തത് അലുമിനിയം, അയേൺ, സിങ്ക് റിയാക്ട്സ് വിത്ത് സ്റ്റീം. അലുമിനിയം, അയേൺ, സിങ്ക് എന്തിനോട് റിയാക്ട് ചെയ്യുന്നു? സ്റ്റീമിനോട്, ആവിയോട് വരെ റിയാക്ട് ചെയ്യുന്നു. പെട്ടെന്ന് തന്നെ റിയാക്ട് ചെയ്യുന്ന ആളുകളാണ് അവരൊക്കെ. അലുമിനിയം, അയേൺ, സിങ്ക്. അടുത്തതായിട്ട് നമുക്ക് നോക്കാം. കോപ്പർ, സിൽവർ, PT കൊടുത്തിട്ടുണ്ട്, Aയും കൊടുത്തിട്ടുണ്ട്. PT എന്ന് പറഞ്ഞാൽ പ്ലാറ്റിനം ആണ്. പ്ലാറ്റിനം. അതുപോലെ Au എന്ന് പറഞ്ഞാൽ ഗോൾഡ് ആണ്. കോപ്പർ, സിൽവർ, അതുപോലെ പ്ലാറ്റിനം, ഗോൾഡ് തുടങ്ങിയ മെറ്റലുകളൊക്കെ എന്താണ്? ഡു നോട്ട് റിയാക്ട് വിത്ത് വാട്ടർ ആൻഡ് ഡൈല്യൂട്ട് ആസിഡ്. വെള്ളത്തിനോടോ ആസിഡിനോടോ ഒന്നും തന്നെ റിയാക്ട് ചെയ്യാത്ത ആളുകളാണ് നമ്മുടെ കോപ്പർ, സിൽവർ, പ്ലാറ്റിനം, ഗോൾഡ് തുടങ്ങിയ ആളുകളൊക്കെ. അപ്പം നമ്മൾ റിയാക്ടിവിറ്റി പറഞ്ഞു, കെമിക്കൽ പ്രോപ്പർട്ടീസ് പറഞ്ഞു, ഫിസിക്കൽ പ്രോപ്പർട്ടീസ് പറഞ്ഞു, അതിൻ്റെ എക്സെപ്ഷൻസ് പറഞ്ഞു. മെറ്റലുകളുടെ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു അല്ലേ. ഇനി നമുക്ക് നോക്കാം പീരിയോഡിക് ടേബിളിൽ എന്താണ് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്? മെറ്റലുകൾ, നോൺ മെറ്റലുകൾ, മെറ്റലോയിഡുകൾ, അവയെ കൃത്യമായിട്ട് നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. മെറ്റലിന് ഏതാ കളറ്? റോസ് കളറാണ് മെറ്റലിനെ അടയാളപ്പെടുത്തിയിട്ടുള്ളത്. നോൺ മെറ്റലിന് ഏതാണ് കളറ്? നീല കളറാണ് അല്ലേ. നീല കളറിൽ നോൺ മെറ്റലുകൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ മെറ്റലോയിഡ് ഉപലോഹങ്ങളെ എന്ത് കളർ കൊണ്ട് അടയാളപ്പെടുത്തിയിട്ടുണ്ട്? പച്ച കളർ കൊണ്ട് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം ലോഹങ്ങളെക്കുറിച്ചും അലോഹങ്ങളെക്കുറിച്ചും ഉപലോഹങ്ങളെക്കുറിച്ചും നമ്മൾ പറഞ്ഞു. അതിനുശേഷം ഈ പീരിയോഡിക് ടേബിളിൽ എത്ര ലോഹങ്ങളുണ്ടെന്ന് നമുക്ക് കാണാം അല്ലേ. അലോഹങ്ങളുണ്ട് എന്ന് നമുക്ക് കാണാം. അതുപോലെ ഉപലോഹങ്ങൾ എത്രയുണ്ടെന്ന് നമുക്ക് കാണാം. ഇനി നമുക്ക് റിയാക്ടിവിറ്റിയെ കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു. ഇവരുടെ റിയാക്ടിവിറ്റി എങ്ങനെയൊക്കെയാണ് വ്യത്യാസപ്പെടുന്നത് എന്ന് നമുക്ക് നോക്കാം. റിയാക്ടിവിറ്റി സീരീസ്, ഈ കാണുന്ന ചിത്രത്തിൽ കാണുന്നതിനെ നമ്മൾ റിയാക്ടിവിറ്റി സീരീസ് അല്ലെങ്കിൽ ക്രിയാശീല ശ്രേണി എന്നാണ് പറയുന്നത്. അപ്പോൾ റിയാക്ടിവിറ്റി സീരീസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആദ്യം റിയാക്ട്സ് വിത്ത് വാട്ടർ. വെള്ളത്തിനോട് വരെ റിയാക്ട് ചെയ്യുന്ന ആളുകൾ ആരൊക്കെയാണ്? വെള്ളത്തിനോട് വരെ റിയാക്ട് ചെയ്യുന്ന ആളുകൾ ആരൊക്കെയാണ്? നമുക്ക് നോക്കാം. അവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ. കാൽസ്യം, സ്ട്രോൺഷ്യം, ബാരിയം, ലിഥിയം, സോഡിയം, പൊട്ടാസ്യം തുടങ്ങിയ ആളുകളാണ്, തുടങ്ങിയ ലോഹങ്ങളാണ് എന്തിനോട് വരെ റിയാക്ട് ചെയ്യുന്നത്? വെള്ളത്തിനോട് വരെ റിയാക്ട് ചെയ്യുന്നത്. അടുത്തതായിട്ട് നോക്കാം റിയാക്ട് വിത്ത് ആസിഡ്. ആസിഡിനോട് വരെ റിയാക്ട് ചെയ്യുന്ന ആളുകൾ ആരൊക്കെയാണ്? ആസിഡിനോട് റിയാക്ട് ചെയ്യുന്ന ആളുകൾ ആരൊക്കെയാണ്? നമുക്ക് വായിക്കാം ആരൊക്കെയാണ്. ലെഡ് ഉണ്ട്, ടിന്ന്, നിക്കൽ, കൊബാൾട്ട്, കാഡ്മിയം, അയൺ, ക്രോമിയം, സിങ്ക്, മാംഗനീസ്, അലുമിനിയം, മഗ്നീഷ്യം.
ഇത്രയും ആളുകൾ എന്തിനോട് റിയാക്ട് ചെയ്യുന്നു? ആസിഡിനോട് റിയാക്ട് ചെയ്യുന്നു. അവിടെ കൊടുത്തിട്ടുണ്ടല്ലേ ഹൈഡ്രജൻ. ഹൈഡ്രജൻ എന്ന് പറയുന്നത് എന്തിനാണ് അവിടെ കൊടുത്തിട്ടുള്ളത്? ഇൻക്ലൂഡഡ് ഫോർ കമ്പാരിസൺ, കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഹൈഡ്രജനെ അവിടെ കൊടുത്തിട്ടുള്ളത്. അതായത് ഹൈഡ്രജന് മുകളിലുള്ളവർ റിയാക്ട് ചെയ്യും, ഹൈഡ്രജന് താഴെയുള്ളവർ റിയാക്ട് ചെയ്യില്ല എന്ന് മനസ്സിലാക്കാൻ വേണ്ടി, ഒരു കമ്പാരിസണ് വേണ്ടി, ഒരു താരതമ്യത്തിന് വേണ്ടി കൊടുത്തിരിക്കുന്ന ആളാണ് ഹൈഡ്രജൻ എന്ന് പറയുന്നത്. ഹൈഡ്രജന് താഴേക്ക് നമുക്ക് നോക്കാം. ആന്റിമോണി, ബിസ്മത്ത്, കോപ്പർ, മെർക്കുറി, സിൽവർ, ഗോൾഡ്, പ്ലാറ്റിനം. ഇവരെന്താണ്? ഹൈലി അൺറിയാക്റ്റീവ് ആണ്. ഹൈലി അൺറിയാക്റ്റീവ്, റിയാക്ടിവിറ്റി വളരെ കുറഞ്ഞ, റിയാക്ഷൻ ഇല്ലാത്ത, ഒന്നിനോടും റിയാക്ട് ചെയ്യാത്ത, വെള്ളത്തിനോടോ ഡൈല്യൂട്ട് ആസിഡിനോടോ ഒന്നും റിയാക്ട് ചെയ്യാത്ത ആളുകളാണ് ഹൈഡ്രജന് ശേഷമുള്ള പ്ലാറ്റിനം വരെയുള്ള ആളുകൾ. അപ്പം നമ്മൾ റിയാക്ടിവിറ്റി സീരീസ് പറഞ്ഞു, മെറ്റൽസിൻ്റെ കുറച്ച് കാര്യങ്ങളും നമ്മൾ ചർച്ച ചെയ്തു. ഇനി നമുക്ക് നോൺ മെറ്റൽസിനെ കുറിച്ചും അതിൻ്റെ ബാക്കി കാര്യങ്ങളും നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം.